ഈ രാഹുലിനെ ഇതാക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഷാഫിയെ കൊണ്ട് തന്നെ അവനെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ എങ്ങനെയാവും ജനങ്ങളുടെ പ്രതികരണം? പാലക്കാടിലെ അമ്മമാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഷാഫി വേണോ രാഹുൽ വേണോ എന്ന്. അപ്പോൾ അവർ ഒരു ഉത്തരം തരികയാണ്. ഞെട്ടുകയാണ് ലോകം, അതായത് നമ്മുടെ കേരളം ഞെട്ടുകയാണ് ആ ഒരു ഉത്തരം കേട്ട്. അതിൻ്റെ ഒരു ഫോൺ സംഭാഷണമുണ്ട്. ഞാനിപ്പോൾ ഫുള്ളായിട്ടുള്ള ഫോൺ സംഭാഷണം വെച്ച് തരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനു മുമ്പ് നമ്മുടെ എന്നല്ല, ശൈലജ ടീച്ചർ നമ്മുടെ രാഹുലിനെ കളിയാക്കുകയാണ്. എന്തുമാത്രം കളിയാക്കുന്നു. അപ്പോൾ ശൈലജക്കുള്ള ഒരു മറുപടി ഞാൻ കൊടുക്കാം. അതിനുശേഷം ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം വെച്ച് തരാം. ഓക്കെ. എന്തോ ഒരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരൻ കാണിച്ചത്. അത് ആക്ഷേപത്തിന് വിധേയരായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നത്, അതിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാം കേട്ടു മാധ്യമങ്ങളിലൂടെയൊക്കെ. എന്തോ ഒരു ക്രൂരതയാണ് കാണിച്ചത്. എന്നിട്ട് ആ കുടുംബത്തിലെ പ്രശ്നം തീർക്കാനാണ് താൻ ഈ കുട്ടിയായി ബന്ധപ്പെട്ടത് എന്ന് നുണ പറയുകയായിരുന്നില്ലേ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് പുറത്ത് വന്ന് പറയേണ്ടത്. അവർ ഡിവോഴ്സ്ഡാണ്, അവർ ബന്ധം വേർപെടുത്തി. ശൈലജ ടീച്ചറെ, നിങ്ങൾ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് ഇത്തിരിയെങ്കിലും റെസ്പെക്റ്റ് എനിക്ക് പേഴ്സണലി ഉണ്ടായി. പക്ഷേ ഇന്നത്തോടെ എല്ലാം പോയി. രാഹുൽ പീഡിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിനോ? അതായത് ഒരു കാര്യം ശൈലജയോട് ഞാൻ ചോദിക്കുകയാണ്. ശൈലജ, ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണ് റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ രാഹുൽ ബലമായി പിടിച്ച് കാറിൽ കയറ്റിയാണോ പീഡിപ്പിച്ചത്? അതായത് ആ പെണ്ണാണ് രാഹുലിനെ ചതിച്ചത്. ഞങ്ങൾ എത്ര പറയണം? ആ പെണ്ണാണ് വീട്ടിൽ ഭർത്താവുള്ള കാര്യം രാഹുലിനോട് പറയാതെ പ്രണയം നടിച്ചത്. ശൈലജ, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ശൈലജ മറച്ചു വെക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ പെൺകുട്ടിയും പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇയാളൊരു ഇൻട്രൂഡർ ആയിട്ട് വന്നിട്ട് ഇയാൾ മുതലെടുത്തു, വശംവദയായി പോയി, ഡിവോഴ്സ് ആയാൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്താണ് ശൈലജ ടീച്ചർ, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾ കണ്ടോ രാഹുൽ പീഡിപ്പിക്കുന്നത്? നിങ്ങൾ കണ്ടോ? ഒരു പെണ്ണ് സമ്മതിക്കാതെ എങ്ങനെയാണ് ടീച്ചറെ 4-5 പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെടുന്നത്? ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ആ പെണ്ണ് കല്യാണം കഴിക്കാൻ രാഹുലെ, നീ വാ ആ പെണ്ണാണ് വിളിച്ചത് ശൈലജ ടീച്ചറെ. പറയുമ്പോൾ ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം ശൈലജ ടീച്ചറെ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. കുഞ്ഞ് വയറ്റിലുണ്ടായപ്പോൾ അതിനെ പ്രാകൃതമായ മാർഗത്തിലൂടെ ഡിവോഴ്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന എത്ര വലിയ വ്യഥയാണ്. പക്ഷേ അവൾ പിന്നെയും പറയുന്നത്, ആ ചെറുപ്പക്കാരൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അയാളെയും ദ്രോഹിക്കുകയാണ്, അയാളുടെ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്. ശൈലജ ടീച്ചറെ, നാണമുണ്ടോ ഡിവോഴ്സ് എന്ന് പറയാൻ? ഇതുവരെ ഡിവോഴ്സ് അല്ല ശൈലജ ടീച്ചറെ. എന്തിനാണ് നിങ്ങൾ കള്ളവാർത്ത കൊടുക്കുന്നത് ശൈലജ? അതായത് രാഹുലിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് കേസ് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഡിവോഴ്സായ ഭർത്താവ് എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്? ബോധം വേണ്ടേ പറയുമ്പോൾ? ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ടുനോക്കാം. ഒരുതരം പെർവേഷൻ കാണിക്കുക, അക്രമം നടത്തുക. സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അതിക്രമമുണ്ട്, അതിന് സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം കാണിക്കുക, അതൊക്കെ തെറ്റാണ്. ആ തെറ്റ് നേരത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയതാണ്. തെറ്റ് തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, പീഡിപ്പിക്കുന്നത് തെറ്റാണ്. അതായത് ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ അവളെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി പീഡിപ്പിക്കുന്നത് തെറ്റാണ്. ഇത് പീഡനമല്ല, രാഹുലിൻ്റെ പീഡനമല്ല. രാഹുൽ നിരപരാധിയാണ്. നിങ്ങൾ എന്തിനാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? മുകേഷ്, നിങ്ങളുടെ പാർട്ടിയിലുള്ള മുകേഷ് എന്താണ് ചെയ്തത്? തീവ്രത ഇല്ലാതെ ആണോ പീഡിപ്പിച്ചത്? ഒരു ചെറിയ സസ്പെൻഷനെങ്കിലും നിങ്ങളുടെ പിണറായി കൊടുത്തോ ശൈലജ ടീച്ചറെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ KPCCക്കും AICCക്കും അടക്കം കൊടുത്തിട്ടുണ്ടാവണം. APCCക്ക് പരാതി നേരത്തെ കൊടുത്തതാണ്, പക്ഷേ അവരത് പൂഴ്ത്തിവെച്ചു. ഈ കാര്യം പുറത്തു വന്നപ്പോഴാണ് ഇയാളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. നിങ്ങൾ എന്ത് ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്? മുകേഷ്, നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു പാവം ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന് അവനിട്ട് നിങ്ങൾ ആക്രമിക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്തവർ. അപ്പോൾ പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞു വിരലുണ്ടല്ലോ, ഈ വിരൽ കൊണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണം. ഇത്തരത്തിലുള്ള വാർത്ത ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്താണ്, രാഹുൽ വേണോ ഷാഫി വേണോ എന്നൊക്കെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഒരു പാലക്കാടിലെ വീട്ടമ്മമാർ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്, ഒരു ഫോൺ സംഭാഷണമാണ്. നിങ്ങളത് ഫുള്ളായിട്ടൊന്ന് കേൾക്കണം. ഓക്കെ. പാലക്കാട് വിളിക്കണതേ, പങ്കജാണ് വിളിക്കണത്. പറഞ്ഞോ. എന്താ രാഹുലിനെ മാറ്റിട്ട് കോമഡി പിന്നെ എന്താ അവന് പെരുപ്പ് സാറടി വരുന്നു പറഞ്ഞു കേട്ടോ സാറ്. ഇങ്ങനെ ഓരോ ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെ ചർച്ച നടന്നിട്ട് കാര്യമില്ല. ഒരൊറ്റ വോട്ട് ഞങ്ങൾ കൊടുക്കില്ല. പാലക്കാട്ടെ ഒരു ജനങ്ങളുടെ ആവശ്യം എന്താ ഇത്തവണ? രാഹുൽ വരാണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ രാഹുലിനെ മാറ്റിയാ ഇവിടെ എല്ലാവരും പ്രതികരിക്കല്ല. ഇവിടെ ഒരൊറ്റ വോട്ട് കിട്ടില്ല. ഇവിടെ ഇവൻ നിന്നാലും കിട്ടില്ല. പിന്നെ VD സതീശനല്ല, ചെന്നിത്തലയല്ല, പിന്നെ എന്താണ് നിങ്ങൾക്ക് കിങ്ങിണി പറഞ്ഞ ഒരാളില്ല, എന്താണ് ഉരുളിയാ കിങ്ങിണി, അവർക്കൊന്നും ഞങ്ങൾ വോട്ട് കൊടുക്കില്ല. നിങ്ങളുടെ ചാനൽ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു വോട്ട് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പ്രതീക്ഷിക്കേണ്ട. ഷാഫി അവിടെ MLA ഇത് വിട്ടിട്ട് വരണ, MP MLA ഒക്കെ വിട്ടിട്ട് വരുന്നത്. രാഹുലിനെ ഇതാക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഷാഫിയെ കൊണ്ട് തന്നെ അവനെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ എങ്ങനെയാവും ജനങ്ങളുടെ പ്രതികരണം? ഷാഫിനെ കൊണ്ടുവന്ന വോട്ട് കിട്ടില്ല എന്നില്ല, പക്ഷെ എന്നാലും അതൊരു ചതിയല്ലേ സാർ അത് നടക്കണത്.
അതൊരു ചതിയല്ലേ നടക്കുന്നത്. വെറുതെ ഇങ്ങനെ മാറി മാറി ഇവരാണ് നിന്ന് ആ കുട്ടി എന്തിനു പറ്റും? ആ കുട്ടിനെ ആരെ ഇനി ഏറ്റെടുക്കുക? ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് രാഹുൽ ഇവിടെ വന്നാൽ ഞങ്ങൾ സൂപ്പറായി ഞങ്ങൾ വോട്ട് കൊടുക്കും. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറ്റിയിരുത്തി ഞങ്ങൾക്ക് നല്ല രാഹുലിനെ ഞങ്ങൾ പിന്നെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന ജനമാണ് ഞങ്ങളുടെ പാലക്കാട്ട്. ഞങ്ങൾക്ക് അവ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അവിടെ. ഞങ്ങൾക്ക് രാഹുൽ ഒരു തെറ്റ് ഞങ്ങൾക്ക് ചെയ്തു തോന്നുന്നില്ല. ഇവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ കണ്ടു നിൽക്കില്ല സാറേ. ഇത് നിങ്ങൾ ഈ ഇത്രയും ദിവസം ഈ 4-5 മാസമായിട്ട് നിങ്ങൾ ഒരാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾക്കാരെന്താ അതിന് ഉൾക്കൊള്ളാത്തത്? ഈ വായി വരാണ്ട് സാറിന്റെ ചാനൽ ഈ ആൾക്കാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവര് ഇത്രയും നിന്നിട്ട് ഇപ്പൊ ഇയാൾക്ക് ഒരു കേസ് വന്നു. ഇയാളുടെ കേസ് വന്നപ്പോൾ മാത്രം അത് അട്ടിമറിക്കാൻ ഇയാൾ തന്നെ നോക്കൂടാ, അത് ശരിയല്ല, അത് തെറ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് കാര്യം വെളി വരില്ല. നമ്മൾ സംസാരിച്ചപ്പോ കണ്ടോ രാഹുലിനെ സംബന്ധിച്ചുള്ള ഇവന്മാർ ഇത്രയും നശിപ്പിക്കാൻ നോക്കിയിട്ടും രാഹുലിന്റെ ഗ്രാഫ് എവിടാ നിൽക്കുന്നത്? ഇന്ന് സ്വതന്ത്രനായിട്ട് എവിടെ നിന്നാലും രാഹുൽ ജയിക്കുമല്ലോ. സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ ഇവിടെ നിർത്താൻ പറയും. ഞങ്ങളോട്ട് കൊടുക്കാം. സ്വതന്ത്രനായിട്ട് ഈ പാലക്കാട് ഞങ്ങൾ കൊണ്ട് നിർത്തി ഞങ്ങൾ വോട്ട് കൊടുത്ത് ഞങ്ങൾ ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ രാഹുലിനെ വിടില്ല. രാഹുൽ 200 വീട് അവൻ തറക്കല്ലിട്ട കുട്ടിയാണ്. അതേപോലെ തന്നെ എനിക്കൊരു അനുകൂലം എനിക്ക് കിട്ടിയില്ല, എനിക്ക് അനുകൂലം തരില്ല. ഞാൻ ഇപ്പൊ തറക്കല്ലിലാണ് ഞാൻ ജീവിച്ച് പോണ ഒരാളാണ്. എനിക്ക് 61 വയസ്സായി സാറേ. എനിക്ക് ഇന്നൊരു അനുകൂലം വേണ്ട. ഞാൻ എന്റെ അനുകൂലത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് അവൻ നല്ലൊരു മകനാണ്. അവരുടെ അമ്മന്റെയും അവരുടെ പെങ്ങന്മാരുടെയും കാര്യങ്ങൾ ആലോചിക്കാണ്ട് ഇങ്ങനെ വന്ന് നാറിയ ഭരണം കാണിക്കണല്ലേ ഈ കോൺഗ്രസിൽ. അല്ല ഇവന്മാരിവിടെ മീറ്റിംഗ് എല്ലാം കൂടി വലിയ തന്ത്രമൊക്കെ ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇവര് മീറ്റിംഗ് നടത്തില്ല സാറേ. ഇവരൊന്നും മീറ്റിംഗ് നടത്തില്ല. ഞാൻ തങ്കപ്പ പറഞ്ഞ സാറിനോട് ഞാൻ പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ കൗൺസിലറോട് പറഞ്ഞു. ഈ മറ്റേ ചന്ദ്രേട്ടൻ പറഞ്ഞ ആളിനെ കൂടെ പറയാൻ പറഞ്ഞപ്പോ ഇവരൊക്കെ മിണ്ടാണ്ട് ഇങ്ങനെ എന്താ ഊമ കത്തുവാൻ നിൽക്കുക സാർ. ഇവരില്ലേ ഊമ കത്തുപോലെ നിൽക്കുകയാണ് ഇവര്. ആരും ഉള്ളു തുറക്കണില്ല. അതിലെന്തോ ഒരു കളിയുണ്ട് ഇവരുടെ. ഇനി കോൺഗ്രസ് ഒന്നും കിട്ടില്ല ഇവിടെ. ഇനി വന്നോട്ടെ. എന്നാൽ പിണറായി വിജയൻ വോട്ട് കൊടുക്കില്ല, അത് വേറെ കാര്യം. അങ്ങനെ വരികയാണ് പറഞ്ഞാൽ ഞങ്ങൾ BJP കുത്തിക്കളും. അതന്നെ ഞങ്ങൾ ഇനി അങ്ങനെ വരികയാണ് പറഞ്ഞത്. ഞങ്ങള് പിന്നെ പിണറായി വിജയൻ എന്തായാലും വോട്ട് കൊടുക്കില്ല, അത് വേറെ കാര്യം. വോട്ട് കൊടുക്കുകയാണ് പറഞ്ഞാൽ ഞങ്ങൾ BJP കുത്തിയാലും ഇനി ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കില്ല. ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഈ ഞങ്ങൾ പാലക്കാട്ടിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഞങ്ങൾ പാലക്കാട് മേഴ്സി കോളേജ്, കോട്ട മൈതാനം, ഈ കണ്ണനൂര്, പിന്നെ പ്രായിരി, കണ്ണനൂര്, പിന്നെ ഈ മേപ്പറമ്പ്, സകലത്ര ജനങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ BJP വോട്ട് കൊടുത്ത് BJP ജയിപ്പിക്കും. അതല്ലേ നല്ലത് സാറേ? അല്ല ഇത്തവണ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം എന്താ അവസ്ഥ. ഇല്ലെങ്കിൽ രാഹുല് സ്വതന്ത്രനായിട്ടെങ്കിലും അവിടെ നിൽക്കും. അതിനാണ് സാറ് ശ്രമിക്കേണ്ടത്. നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളുടെ ചാനൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ വിളിച്ചു, നിങ്ങൾ എടുക്കണില്ല. നിങ്ങൾക്ക് തിരക്കാണ്, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ചാനലിൽ തിരക്ക് വന്നുകൊണ്ടേ ഇരിക്കട്ടെ, തിരക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. എനിക്ക് സർപ്രൈസ് ചെയ്യാൻ അറിയില്ല സാറേ. എനിക്ക് തരാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഒരു വന്ന കോൾ എടുക്കും. അങ്ങനെ നിങ്ങൾ വിളിക്കും, എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും ലൈക്കും. അത് മറ്റുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. പിന്നെ ഞാൻ രാഹുലിന് വേണ്ടി ഞാൻ മരുവത്തൂർക്ക് മാലയിട്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവൻ ഇവിടെ സ്വതന്ത്രനായി നിന്നാൽ ഞങ്ങൾ ജയിപ്പിച്ചോളാം. സ്വതന്ത്രനായി നിൽക്കാനുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അവന് എന്താ വെച്ചാൽ അവനെ ഒരിക്കലും അവിടെ നിന്ന് മാറണ്ട. അവന്റെ നമ്പർ കിട്ടാൻ പറ്റില്ല സാറിന് വിളിക്കായി. ഞാനിതുവരെ വിളിച്ചിട്ടില്ല. ഒന്ന് വിളിച്ചു പറയും സാറേ. ഞങ്ങളുടെ പാലക്കാട്ടിലെ സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തൊഴിലുറപ്പിൽ ആൾക്കാരും ഞങ്ങൾ വിളിച്ചിട്ടായിരുന്നില്ല സാറിന് 3-4 പ്രാവശ്യം വിളിക്കുന്നത് ഞാൻ. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾക്ക് അനുകൂലപ്പെട്ട് നിൽക്കുന്നുണ്ട്. നീ ഒരു കാരണവശാലും മാറണ്ട. നീ നിന്നൊരാകിലെ നിന്നെ ജനങ്ങൾ നിന്നെ അവിടെ ഞങ്ങൾ കൈവള്ളി വെക്കും അവനെ. ഞങ്ങൾ ഇവിടെ കൈവള്ളി വെക്കും. അവൻ അത്രയും നല്ല കുട്ടിയാണ്. അവൻ ഇവർ ആരും എന്ത് ചെയ്താലും വേണം. പിന്നെ ഇപ്പൊ അവന് കെട്ടിയ എന്താ ഒരു ആണെടുത്തനാണത്. ആണ് ഒരു പെണ്ണിന് കേസ് കൊടുക്കും. പെണ്ണിന് മോശമായിട്ട് ആരും കേസ് കൊടുക്കുമോ? ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഇരിക്കുന്നവര് കേസ് കൊടുക്കുകയാണ്. പിന്നെ എന്റെ ഭാര്യ ഒളിച്ചോടി വേണ്ട ഓടുക, പൊരേടി പോയി വേണ്ട ഓടുക. എങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല സാർ. എനിക്ക് ഒരു ഭർത്താവ് ഒരു പെണ്ണിന് എങ്ങനെ കേസ് കൊടുക്കുക? ഇത്ര കാലം ഇയാൾ അവിടെ പോയി ഉറങ്ങി കിടക്കരുത് ഈ കുട്ടി. ചോദിക്കട്ടെ, അന്ന് തന്നെ ചെയ്യേണ്ടതല്ല ഇതൊക്കെ. എന്റെ ഭാര്യ എങ്ങനെ തെറ്റിയിരിക്കുന്നു വേണ്ടി ഇയാൾ അന്ന് ഇറങ്ങാണ്ട് ഇപ്പൊ എന്ത് വേണ്ടത്? എത്ര സ്വയം ആലോചിക്കണ്ടേ? ഇവനെ കൊണ്ട് കൊള്ളാത്ത കൊണ്ടല്ലേ പോയെ ഇത് നാട്ടുകാരെ മൊത്തം അറിയിച്ചത്. ഇവനല്ലേ സ്വയം അപഹാസ്യനാകുന്നത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മാലയിട്ടിരിക്കാൻ സാർ. പിന്നെ എനിക്ക് അത്ര മോശമാക്കൊന്നും സംസാരിക്കാൻ പാടില്ല. അതല്ല ഞാൻ പറയണത്. ഇവൻ എന്തുകൊണ്ട് ഇത്ര കലമ്പര വായി മൂടി ഇരുന്ന് എത്ര പണം ഈ കുട്ടികളെ കൂട്ടി കൊടുത്ത് കിട്ടിയെന്നുള്ളത് എനിക്ക് ചോദിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇവിടെ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. BJPക്ക് ഞങ്ങൾ വോട്ടിടും രാഹുലിനെ വിജയിപ്പിച്ചിട്ടില്ല എങ്കിൽ, അതായത് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കില്ല എങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ വീഡിയോ ആരെങ്കിലും അവരുടെ അതായത് ഓഫീസിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, ഷെയർ ചെയ്താൽ VD സതീശൻ്റെ ഓഫീസിലുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അവർ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് BJPക്കാണ് വോട്ടിടുന്നു എന്ന് പറയുന്നു. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടില്ലെങ്കിൽ അത് 8ൻ്റെ പണി കിട്ടും. ഓക്കെ, കേരളത്തിൽ മൊത്തം ഫലിക്കും. ഇപ്പോൾ ഏകദേശം 100 സീറ്റ് കോൺഗ്രസ് നേടുമെന്നൊരു ഉറപ്പിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കില്ല എങ്കിൽ, സീറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ ഒരൊറ്റ സീറ്റ് പോലും, അതായത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും.
ഞാനിത് ഉറപ്പാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം രാഹുലിന് സീറ്റ് കിട്ടുമെന്നാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നാളെ ഒരു വീഡിയോ ചെയ്യാം. അതായത് രാഹുലിന് തീർച്ചയായിട്ടും സീറ്റ് കോൺഗ്രസ് സീറ്റ് കൊടുക്കും. പക്ഷേ ഏതാം തീയതിക്ക്, അതായത് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും ഏതാം തീയതിക്കാണ് കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്നത്. അപ്പോൾ ആ ജാമ്യാപേക്ഷയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് രാഹുലിന് സീറ്റ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കിടുന്ന വിവരമാണ് നിങ്ങളിലേക്ക് അറിയിച്ചത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.